യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്നുമാണ്. അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന 3 ദൂതന്മാർ, അവർ അബ്രഹാമിനെയും സാറായെയും അനുഗ്രഹിച്ചതിന് ശേഷം അവർ മടങ്ങിപ്പോകുകയാണ്. പക്ഷേ അവർ മടങ്ങിപ്പോകുമ്പോൾ അതിൽ 2 ദൂതന്മാർ സോദോം ഗോമോറ ലക്ഷ്യമാക്കി പോവുകയാണ്. നമുക്ക് ഈ വാക്യത്തിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ ദൈവം സോദോമിലെയും ഗോമോറയിലെയും അകൃത്യം, ആ ജനത്തിൻ്റെ പാപം കണ്ടിട്ട് അതിനെ ഉന്മൂലം നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തെക്കുറിച്ചുള്ള ആ ഒരു ആശയം ദൈവം അബ്രഹാമിനോട് പങ്കിടുന്നു. അബ്രഹാം ഈ ദൂതന്മാർ പോയതിനു ശേഷം അവിടെ ശേഷിച്ചതായ 3-ാമത്തെ ദൂതൻ, അതേ മനുഷ്യപുത്രനോട് സദൃശനായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എന്നും നമ്മൾ സങ്കല്പിക്കുന്നതായ ആ ദൂതൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് അബ്രഹാം സംസാരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വായിച്ച് ധ്യാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അബ്രഹാം ചെന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വായിപ്പാനിടയായി തീർന്നല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചല്ലോ, അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിന്നു എന്ന് പറയുമ്പോൾ അബ്രഹാം ഒരു മധ്യസ്ഥതയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കുന്നുണ്ട്, ദൈവം താൻ ചെയ്യാൻ പോകുന്നത് അബ്രഹാമിനോട് അറിയിക്കുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ സോദോം ഗോമോറയിൽ സംഭവിക്കാൻ പോകുന്നതായ ആ ഉന്മൂലനാശത്തെക്കുറിച്ച് അബ്രഹാമിനോട് ദൈവം വ്യക്തമായും സംസാരിച്ചു. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. അബ്രഹാമിനോട് ദർശനത്തിലൂടെ സംസാരിച്ചതുപോലെ, അബ്രഹാമിനോട് വ്യക്തിപരമായി ഇടപെട്ട് സംസാരിച്ചതുപോലെ നമ്മളോടും ദൈവം സംസാരിക്കും. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്ത് ചെന്ന് നിൽക്കേണ്ടത് ആവശ്യമാണ്. അബ്രഹാം ജീവിച്ചതുപോലെ നമ്മൾ ദൈവത്തിന് മുമ്പാകെ ജീവിച്ചാൽ ദൈവം നമ്മളോട് നിശ്ചയമായും സംസാരിച്ചുകൊണ്ടിരിക്കും. താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് ദൈവം സംസാരിക്കുന്ന ദൈവമാണെന്ന് ഈ വേദഭാഗങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നവരായ ആളുകളെ ദൈവം അറിയിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഈ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായ പ്രധാനപ്പെട്ട ദൈവികമായ ഉറപ്പ് എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചു, അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അബ്രഹാം തൻ്റെ സംഭാഷണം ആരംഭിക്കുന്നത്. എപ്പോഴും ഒരു ചോദ്യമായിരിക്കും ഒരു സംഭാഷണത്തിന് തുടക്കമാകുന്നത്. ദൈവസന്നിധിയിലും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. ആ ചോദ്യം എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളിൽ നിന്നുള്ള ചോദ്യമാണ്. അതേ ദൈവത്താൽ കഴിയാവുന്നതായ കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിന് സകലവും സാധ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് ദൈവത്തോടുള്ള ഒരു സംഭാഷണം ആരംഭിക്കത്തക്കവണ്ണം ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ആ ചോദ്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ നാളുകളായി അബ്രഹാം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം. അതേ സോദോം ഗോമോറ പട്ടണത്തെക്കുറിച്ചുള്ള ആ ഒരു സൂചന അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ധാരാളം ചോദ്യങ്ങൾ ഉളവാക്കി. ആ ചോദ്യങ്ങൾ ചോദിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് മനുഷ്യരുടെ മുമ്പാകെ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെയാണ് ഞാൻ ചോദിക്കേണ്ടതെന്നുള്ള വ്യക്തമായ ബോധ്യം അബ്രഹാമിനുണ്ടായിരുന്നു. അതുകൊണ്ട് അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്നു, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ ഈ പദഭാഗങ്ങളൊക്കെ താഴോട്ട് വായിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ പട്ടണത്തിൽ നീതിമാന്മാരില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ ദൈവത്തിൻ്റെ ന്യായവിധിയെ എത്രത്തോളം നീട്ടിവെക്കാമോ അത്രത്തോളം നീട്ടിവെക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഈ അബ്രഹാമിനുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ദേശത്തെക്കുറിച്ച്, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് നമ്മുടെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൽ നമ്മൾ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ നമ്മൾ ഇവിടെ ന്യായവിധി വരണമേ, ഇതെല്ലാം നശിക്കണമേ എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. എപ്പോഴും നമ്മൾ നമ്മുടെ ദേശത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി തീരണം. നമ്മുടെ ദേശത്തോടുകൂടെ, ആ ദേശത്തുള്ളവരുടെ സ്വഭാവത്തോടുകൂടി ഏകീഭവിച്ച് മുന്നോട്ട് പോകണമെന്നല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു മനസ്സ്, ദൈവത്തിൻ്റെ ഒരു ഹൃദയം ആ കാര്യത്തിൽ നമുക്കുണ്ടാകണം. യേശുക്രിസ്തു അത് നമ്മെ പഠിപ്പിച്ചില്ലേ? യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ താൻ ആളുകളോട് മനസ്സലിവ് ഉള്ളവനായിരുന്നു. കുഷ്ഠരോഗികളോട് യേശുക്രിസ്തു മനസ്സറിഞ്ഞു. രോഗികളോട് കർത്താവിന് മനസ്സലിവ് തോന്നി.
ഒരു ഭവനത്തിൽ നടന്നതായ ഒരു പ്രത്യേക സംഭവത്തിൽ ആ ഭവനത്തോട് കർത്താവിന് മനസ്സലിവുണ്ടായി. ഈ മനസ്സലിവിൽ ആണ് കർത്താവ് പ്രവർത്തിച്ചതെങ്കിൽ നമ്മളും നമ്മുടെ ദേശത്തെക്കുറിച്ച്, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച് മനസ്സലിവിൽ നമ്മൾ ദൈവത്തോട് സംഭാഷിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ അതെ, നമ്മുടെ പ്രാർത്ഥന ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ഫലപ്രദമായ പ്രാർത്ഥനയായിത്തീരും. അതായത് ദൈവം പ്രവർത്തിക്കുന്ന പ്രാർത്ഥനയായിത്തീരും. ഈ സൊദോമിനെക്കുറിച്ചും ഗൊമോറയെക്കുറിച്ചും അബ്രഹാമിന് എനിക്ക് തോന്നുന്നില്ല കൂടുതലായി അറിവുണ്ട് എന്നുള്ളത്. അവിടെ നീതിമാന്മാരില്ല എന്നുള്ളത് അബ്രഹാമിന് ഉറപ്പാണ്. അബ്രഹാമിന് അവിടെ അറിയാവുന്ന അതേ ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ അത് ലോത്ത് മാത്രമാണ്. പക്ഷേ ദൈവത്തോട് അബ്രഹാം ചോദിക്കുന്നത്, അടുത്ത വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 50 നീതിമാന്മാരെക്കുറിച്ചുള്ള ഒരു ചോദ്യം അബ്രഹാം ചോദിക്കുന്നുണ്ട്. അതായത് അബ്രഹാമിൻ്റെ പ്രാർത്ഥന അത് ദൈവത്തിൻ്റെ ഹിതത്തെയും ദൈവത്തിൻ്റെ പ്രകൃതത്തെയും അറിഞ്ഞുള്ള പ്രാർത്ഥനയായിരുന്നു. അതിൻ്റെ അർത്ഥം ന്യായവിധി ദൈവം നടത്തുമെന്ന് പറഞ്ഞാൽ അതിന് എക്സ്ക്യൂസ് ഇല്ല, അതിന് ഒഴിവുകഴിവില്ല എന്നുള്ള ഒരു ചിന്തയല്ല അബ്രഹാമിനെ ഭരിച്ചത്. ദൈവം ഒരു ദേശത്തെ ന്യായവിധിക്കുമെന്ന്, ദൈവം ഒരു വ്യക്തിയെ സന്ദർശിക്കും അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ശിക്ഷിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെയല്ല ദൈവം ചെയ്യാൻ പോകുന്നത്. മറിച്ച് അവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതിന് മുമ്പായിട്ട് ദൈവം നമ്മളുടെ ആ സംസാരത്തെ കേൾക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളിതൊന്ന് കേൾക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നോക്കൂ, ഈ അബ്രഹാം ആ ദേശത്തെക്കുറിച്ച് ചിന്തയുള്ളവനായിരുന്നു, ഭാരമുള്ളവനായിരുന്നു. ആ ദേശത്തെക്കുറിച്ചുള്ള പ്രാർത്ഥനയാണ് അബ്രഹാമിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു, ലോകത്തെ വെറുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കിയതിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. കർത്താവ് ലോകത്തെ സ്നേഹിച്ചില്ലേ, അല്ലേ? യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അത് ദൈവത്തിൻ്റെ സ്നേഹം എന്ത് സ്നേഹമാണ്! ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മെ ഓരോരുത്തരെയും ഈ പാപത്തിൽ നിന്നും രക്ഷിച്ച് അതേ ദൈവത്തോട് ഇണങ്ങി നിൽക്കുന്നവരായി തീരണം, അവൻ്റെ പുത്രനോട് നമ്മൾ സദൃശ്യന്മാരായി തീരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നു. പക്ഷേ ദൈവം പാപത്തെ വെറുക്കുന്നുണ്ട്. ഈ ലോകത്തെ വെറുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ പാപത്തെ വെറുക്കുക എന്നാണ് അർത്ഥം, അല്ലാതെ ലോകത്തോട് വെറുപ്പ് കാണിക്കുക എന്നുള്ളതല്ല. എനിക്ക് തോന്നുന്നു പല ആളുകളും ലോകത്തെ വെറുക്കണം എന്ന് പറയുമ്പോൾ, വിശുദ്ധ വേദവസ്തു അത് പറയുന്നു എന്ന് പറയുമ്പോൾ ആളുകളെ എല്ലാവരെയും അവർ വെറുക്കുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ആയിരിക്കാനല്ല ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അന്നത്തെ യഹൂദ സമൂഹം കുഷ്ഠരോഗികളെയും മറ്റുള്ള ഈ ചുങ്കക്കാരെയൊക്കെ, അങ്ങനെയുള്ള ആളുകളുടെ കൂടെ യേശു ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് ഇവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ ഇടയിൽ വളരെ അവമതിപ്പുണ്ടാക്കി യേശു ക്രിസ്തുവിനെ കുറിച്ച്. പക്ഷേ യേശു ആ ഒരു തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറിയ ഒരു കർത്താവല്ലായിരുന്നു. കാരണം അവൻ ഈ ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവൻ പാപത്തെ വെറുക്കുന്നുണ്ട്, പക്ഷേ അവൻ പാപിയെ സ്നേഹിക്കുന്നവനായ കർത്താവ്. അതിനർത്ഥം അവൻ പാപത്തിൽ തുടരട്ടെ എന്നുള്ളതല്ല കർത്താവിൻ്റെ ആഗ്രഹം, അവനെ ആ പാപത്തിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗ്രഹം. നമ്മുടെ ഉള്ളിലും ലോകത്തെ വെറുക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെട്ടുകൊണ്ട് ലോകത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെയും അവരുടെ പ്രശ്നസങ്കീർണമായ അവസ്ഥകളെ കണ്ടുകൊണ്ട് അവരോട് സഹതാപമോ മനസ്സലിവോ തോന്നുവാൻ കഴിയാത്തതായ ഒരു അവസ്ഥയാണ് നമുക്കെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുക? എങ്ങനെയാണ് ദൈവം നമ്മളിൽ നിന്നും ചിലത് പ്രതീക്ഷിക്കുക? ദൈവം നമ്മളെ ഈ ലോകത്തിലാക്കിയതിൻ്റെ പുറകിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട് എന്ന് നമ്മൾ അറിയണം. എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാനാണ് ഈ ഭൂമിയിലായിരിക്കുന്നതെങ്കിൽ ദൈവം എന്തിനാണ് നമ്മളെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത്? നോക്കൂ, നമ്മളെല്ലാവരും തന്നെ നിത്യതയിൽ കർത്താവിനോടൊപ്പം തന്നെയുണ്ട്. അതേ, കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ കണ്ടവരാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത്? ഈ ലോകത്തെ അതേ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലൂടെ ദൈവം പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം ലോകത്തെ സ്നേഹിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി. പക്ഷേ അതിൽ തന്നെ ആയിരിക്കരുത് നിങ്ങളുടെ ശ്രദ്ധ. നിങ്ങളുടെ ശ്രദ്ധ മറ്റുള്ളവരിലേക്ക് തിരിയണം. ലോകത്തെക്കുറിച്ച്, ലോകം കടന്നു പോകുന്നതായ പാപത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് അവരോട് സഹതാപം കാണിക്കുവാനും മനസ്സിൽ തോന്നി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം ഉപയോഗിക്കുവാനിടയായി തീരും.
അതുകൊണ്ട് ഈ അബ്രഹാമിനെ പോലെ സോദോം ഗോമോറ അത് പാപത്താൽ നിറയപ്പെട്ട പട്ടണമാണ്. ധാരാളം ഇൻസിഡൻസ് ആ പട്ടണത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പിൽ പോലും ആ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അബ്രഹാമിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പ്രകൃതം അറിഞ്ഞ് ദൈവത്തോട് സംസാരിക്കുന്നവർ ആയിരിക്കണം നമ്മളെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത്. അതിനേക്കാൾ ഉപരി നമ്മളെക്കുറിച്ച് സംസാരിക്കണം. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ പാർക്കുന്നതായ ദേശത്തെക്കുറിച്ച്, ഈ ലോകത്തെക്കുറിച്ച്, നമ്മളുടെ അയൽവക്കങ്ങളിലുള്ള ആളുകളെക്കുറിച്ച്, ദൈവം ആരെന്നറിയാതെ നശിച്ചു പോകുന്ന അനേക ആയിരങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആ ഇഷ്ടം ഈ ഭൂമിയിൽ നമുക്ക് നിവർത്തിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവ് യേശുക്രിസ്തു നമ്മെ പ്രാർത്ഥനയുടെ ആ ഒരു പാറ്റേൺ പഠിപ്പിച്ചു. ആ ഒരു പ്രാർത്ഥനയുടെ പഠനത്തിൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. നമ്മൾ അവണ്ണമാണ് പ്രാർത്ഥിക്കേണ്ടത്. അതായത് യേശു പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാനല്ല ദൈവം നമ്മളോട് പറയുന്നത്. ആ ഒരു മോഡലിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ മോഡലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മോഡലുണ്ട്. ആ മോഡൽ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലുമാകണമേ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടം സ്വർഗത്തിലേതുപോലെയുള്ളത് ഈ ഭൂമിയിൽ ആകണമെങ്കിൽ അത് എൻ്റെ പ്രാർത്ഥനയിലൂടെയാണ് അത് സംഭവിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തെയും ദൈവത്തിൻ്റെ പ്രകൃതത്തെയും അറിയുന്നതിലൂടെയാണ് എനിക്ക് ആ ഒരു ദൈവ ഇഷ്ടം ഭൂമിയിൽ ആക്കുവാൻ കഴിയുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മളിലൂടെയല്ലാതെ യാതൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ് ദൈവം ലോകത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ കൈകൊണ്ട് ഒന്നും ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് നമ്മിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വാസ്തവമായിട്ടും ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ. നിൻ്റെ ഹിതത്തെയും നിൻ്റെ പ്രകൃതത്തെയും അറിഞ്ഞ് പ്രാർത്ഥിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.